പാട്ട് പഠിക്കേ. അയലത്തെ വീട്ടിലെ കല്യാണ ചെറുക്കനെ കൊതിയോടെയൊന്നും ഞാൻ നോക്കിയില്ല. അങ്ങാടി തെരുവിളിൽ പാതിരാമത്തെയിൽ കഞ്ചത്തിലെന്നെ നിറക്കിയില്ലേ. ഇന്നെന്റെ കിഴത്തിൽ പാലാടി കടവൻ പൊട്ടിയ വളയിലുക്കം. ഹലോ, കല്യാണം കഴിക്കാൻ ഇഷ്ടാ? അല്ല, ഇഷ്ടല്ലാത്ത. ഈ അമ്മയുടെ അച്ഛന്റെ കല്യാണത്തിന്റെ ആൽബം കണ്ടിട്ടുണ്ടോ? അതിലെ അമ്മയും ഇപ്പോഴത്തെ അമ്മയും തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? അന്ന് അമ്മ കുറച്ചും കൂടി വെളുത്തതായിരുന്നു, ഇപ്പൊ അമ്മ കറുത്തു എന്നാണ് പറയുന്നത്. അന്ന് അമ്മ ഇങ്ങനെ അങ്ങ് കറുത്തു പോയത് കൂട്ടാ? ചിക്കൻ കഴിച്ചു. ചിക്കൻ കഴിച്ചാലൊക്കെ ആൾക്കാര് കറുത്തു പോവും. അതുകൊണ്ട് ഇനി മുതല് കറുത്തു പോവോ ചിക്കൻ കഴിച്ചാ? എന്താ ചിക്കൻ കഴിച്ച കുഞ്ഞു പറഞ്ഞു ബീഫ് കഴിച്ചാലേ കറുക്കത്തുള്ളൂ. ഈ പൂവാരോ ഇങ്ങനെ വെച്ചാ? നല്ല രസമുണ്ടല്ലോ. അമ്മ ഡ്രസ്സിന് മാച്ചായിട്ട് വെച്ചതാ? ഡ്രസ്സൊക്കെ പുതിയതാ? ഇപ്പൊ വാങ്ങിക്കൊണ്ട് വന്ന ഈ പ്രോഗ്രാമിന് വേണ്ടിട്ട്? ഇന്നലെ വാങ്ങിച്ചതാ. അമ്മയുടെ ഡ്രസ്സും പുതിയതാണോ? ആണോ? നോക്കട്ടെ അമ്മയുടെ ഡ്രസ്സ്. അച്ഛന്റെ ഡ്രസ്സും പുതിയതാ? അല്ല. പിന്നെ ഓണത്തിന്. അല്ല, അച്ഛനും വയലറ്റ്, അമ്മയും വയലറ്റ്, കുഞ്ഞും വയലറ്റ്. നിങ്ങൾ വയലറ്റ് ഫാമിലിയാ? ആണോ? വയലറ്റ് ആണോ ഏറ്റവും ഇഷ്ടപ്പെട്ട കളറ്? എല്ലാവർക്കും വയലറ്റാ ഇഷ്ടം? കുടുംബത്തോടെ വയലറ്റാണ് ഇഷ്ടം. ആണല്ലേ? കൊള്ളാം. മൊത്തത്തിലൊരു വയലറ്റ് മയം. ഈ ഒരു ഐക്യം എല്ലാത്തിലും ഉണ്ടാവണം. അമ്മ വഴക്ക് പറയാനൊന്നും എല്ലാവരും ഒത്തുണ്ടാവും. അമ്മയാണോ അച്ഛനാണോ കൂടുതൽ വഴക്ക് പറയുന്നത്? മോന് വലുതാകുമ്പോ ആരാവാനാ ഇഷ്ടം? കണ്ടക്ടർ. അതെന്താ കണ്ടക്ടർ ആവാൻ ഇഷ്ടം, ഡ്രൈവർ ആവാൻ ഇഷ്ടമല്ല? കണ്ടക്ടറോ? കണ്ടക്ടറിന് നമുക്ക് ടിക്കറ്റ്. അപ്പൊ വണ്ടി ഓടിക്കുന്നതിനെക്കാട്ടി സുഖമുള്ള ഏർപ്പാടെന്ന് പറയുന്നത് ടിക്കറ്റ് കൊടുക്കുന്നതാണ്. അമ്മ എന്താ ചെയ്യണേ? ടീച്ചറാ? ഏത് സ്കൂളിലെ ടീച്ചറാ അമ്മ? എന്റെ സ്കൂളില്. ആണോ? എന്താ പഠിപ്പിക്കുന്ന അമ്മ? പഠിപ്പിക്കാനൊക്കെ അറിയോ? പഠിപ്പിക്കാനൊക്കെ അറിയോ അമ്മയ്ക്ക്? പിള്ളേരെ തല്ലാറുണ്ടോ അമ്മ? മോൾക്ക് വലുതാകുമ്പോ ടീച്ചർ ആവാൻ ഇഷ്ടം? അല്ല, പിന്നെ എഞ്ചിനീയർ. ഒരു പാട്ട് കേട്ടാലോ എന്നാല്? കുഞ്ഞിളം കൈ വീശിനി തോണിയേറിപ്പോയില്ലേ. മോൻ എന്താവാനോ ഇഷ്ടം അപ്പൊ? പൈലറ്റ്. എന്താ ഈ പൈലറ്റിന്റെ ജോലി? പറക്കുക. ചിറക് വെച്ച് തരുമോ പൈലറ്റിന്? പിന്നെ പ്ലെയിനിൽ ഇരുത്തിയിട്ട് പ്ലെയിൻ പറക്കുക, എന്നിട്ട് ഞങ്ങളെയൊക്കെ കയറ്റിക്കൊണ്ട് പോവോ? അതെ, ഞാൻ ഇനി ഒരു പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കട്ടെ. ഈ പെൺകുട്ടികളാണോ സ്മാർട്ട്, ആൺകുട്ടികളാണോ? വീട്ടിലെന്താ വിളിക്കുന്നേ? അപ്പുസ്. അപ്പുസേ, ഈ ആൺകുട്ടികളാണോ പെൺകുട്ടികളാണോ സ്മാർട്ട്? ആൺകുട്ടികളോ? എന്താ അങ്ങനെ? ആര് പഠിപ്പിച്ചെന്നില്ല? എന്താ മോളുടെ അഭിപ്രായം? ആൺകുട്ടികളാണോ പെൺകുട്ടികളാണോ ഫൈറ്റ് ഉണ്ടാക്കാൻ മിടുക്കന്മാര്? പെൺകുട്ടികള്. മിമിക്രി എല്ലാവർക്കും ഇഷ്ടല്ലേ? ഒന്ന് മിമിക്രി ചെയ്തേ. ആരെയാ കാണിക്കാൻ പോണേ? കാണിച്ചോളൂ. ആദ്യം അടുത്ത് മിക്സ് ചെയ്തിട്ട് ഒരു സ്വിച്ച് ഇട്ടിട്ട് ഒരു സ്വിച്ച് ഇട്ടപ്പോ ഒരു സ്വിച്ച് ഇട്ടപ്പോ എടുത്ത് കറണ്ട് പോയപ്പോ ചോദിച്ചോ? ഞാൻ പറയുന്നത് പറയാനോ? വെച്ച് കൊടുത്തും ബെറ്റർ ബെറ്റർ തൊഴി കൊടുത്തും ബെറ്റർ പറ്റില്ല, സോറി. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? വണ്ടി വന്ന് കൊന്നുവരെ കൊണ്ടുവന്ന് വണ്ടി
വണ്ടി വന്ന് കുന്നുകയറി കുന്നു വന്ന് വണ്ടി കയറി, വണ്ടി വന്ന് കുന്നുകയറി കുന്നു വന്ന് വണ്ടി കയറി, വണ്ടി വന്ന് കുന്നുകയറി കുന്നു വന്ന് വണ്ടി കയറി. ഇനി എന്തെങ്കിലും ഉണ്ടോ? അത് വെച്ചുകൊടുത്ത് പറയാനോ? അതിക്ക് പറ്റൂല. ആ കണ്ടില്ലേ, എല്ലാ ദിവസവും ചോദ്യം ഞാൻ അങ്ങോട്ടാണ് ചോദിക്കുക. ഇന്ന് എന്നോട് ചോദ്യം ചോദിച്ചിട്ട് എന്നെ വീട്ടിലാക്കിയത് നിങ്ങൾ എല്ലാവരും കണ്ടില്ലേ. ഇതുപോലെ ഈ കുറുമ്പന്മാർക്ക് ഇനിയും അധികം ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കാനും എല്ലാം ഉണ്ടാവും. സംശയങ്ങൾ, കുട്ടികളുടെ സംശയങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും തീരാത്ത ഒരു കാര്യമാണ്. അതുതന്നെയാണ് അവരുടെ ബുദ്ധി വികസിക്കുന്നു എന്നതിൻ്റെ തെളിവായിട്ട് എല്ലാവരും കരുതുന്നത്. എന്തായാലും നമുക്ക് ഇവരെ സന്തോഷമായിട്ട് യാത്രയാക്കാം. അതിന് കൈ നിറയെ സമ്മാനങ്ങൾ നമുക്ക് ഇവർക്ക് കൊടുക്കാം. ആദ്യത്തെ സമ്മാനം പോത്തി സൂപ്പർ സ്റ്റോഴ്സ് നൽകുന്ന ബാക്ക് ടു സ്കൂൾ ഗിഫ്റ്റ് ഹാമ്പർ, പിന്നെ മിൽക്ക വണ്ടർ കേക്ക് നൽകുന്ന സമ്മാനം, പിന്നെ സിൽവർ സ്റ്റോം അമ്യൂസ്മെന്റ് പാർക്ക് നൽകുന്ന ഒരു ഫാമിലി പാസ്. പിടിച്ചോളൂ.